ഹലോ, ഞാൻ മെക്സിക്കൻ പെറ്റൂണിയയെ കുറിച്ചിട്ട് കംപ്ലീറ്റ് കെയർ, അതിൻ്റെ വാട്ടറിങ്, സൺലൈറ്റ്, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത്, അങ്ങനെ കംപ്ലീറ്റ് കെയർ ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഗാർഡനിങ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റാണിത്. പിങ്ക്, അതുപോലെ തന്നെ പർപ്പിള്, വൈറ്റ് എന്നീ നിറങ്ങളിലാണിത് സാധാരണയായിട്ട് കാണുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ പിങ്കും പർപ്പിള് 2 വെറൈറ്റി ഉള്ളൂ, വൈറ്റ് ഇല്ല. പക്ഷേ സാധാരണയായിട്ട് അങ്ങനെ 3 കളറിലാണ് കാണപ്പെടുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വർഷം മുഴുവൻ നമുക്കിതിൽ പൂക്കൾ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഈ ചട്ടികൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം വർഷങ്ങൾ പഴക്കമുണ്ട്. കാരണം ഞാനിത് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടാണ് കെയർ ചെയ്യണത്. വേനൽക്കാലത്തിൻ്റെ രാജാവ് എന്നൊക്കെയാണ് ഈ മെക്സിക്കൻ പെറ്റൂണിയ അറിയപ്പെടുന്നത്. ഇത് വേനൽക്കാലത്തും മഴക്കാലത്തും നമുക്ക് സുലഭമായിട്ട് വളർത്താൻ പറ്റും. എന്നാൽ വേനൽക്കാലത്താണെങ്കിൽ ഇതിന് സൺലൈറ്റ് കുറച്ച് അധികം വേണം. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്താണ് ഫ്ലവേഴ്സൊക്കെ കൂടുതൽ ഉണ്ടാവുക. പക്ഷേ എല്ലാ കാലത്തും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. ദിവസം ഒരു 5-6 മണിക്കൂറെങ്കിലും നേരിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഇതിലുണ്ടാവും. തണലുള്ള ഏരിയയിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും, പക്ഷേ എണ്ണം വളരെ കുറവായിരിക്കും. പെറ്റൂണിയക്ക് വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ ഇതിൻ്റെ സോയിൽ, മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയി വരുന്നതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അധികം വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസൊക്കെ വളരെ ഈസിയാണ്. പിന്നെ ഇതിന്ന് പെട്ടെന്ന് വിത്തുകൾ ഉണ്ടാവുകയും അതേപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ഈസിയാണ്. എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇതുപോലെ നീണ്ടു പോയ കൊമ്പുകളിൽ നിന്ന് ഈ കാണുന്ന ഒരു ഏരിയയിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതൊന്ന് ജസ്റ്റ് മണ്ണിലൊന്ന് അമർത്തി ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ പുതിയ പുതിയ ബ്രാഞ്ചസുകളായിട്ട് അതൊന്ന് തളർത്തുണ്ടായിക്കോളും. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഇതൊക്കെ ഞാൻ റീപോർട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. എൻ്റെ മദറിങ് പ്ലാന്റ്സ് വേറെയാണ്, ഞാൻ അതിന് റീപോർട്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരുപാടുണ്ട്. പിന്നെ ഇതിന്ന് ഒരു വിത്ത് മുളച്ചിട്ടും ഇതിന് ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വിത്ത് മുളച്ചുകൊണ്ട് ഈ ചട്ടീൻ്റെ ചുവട്ടിൽ നമുക്ക് നോക്കിയാൽ കാണും ഒരുപാട് തൈകൾ ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൊമ്പ്, വളർന്നു പോയ കൊമ്പ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ അവിടുന്ന് ഇതേപോലെ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് അത് നന്നായിട്ട് ഒരു ബുഷി പോലെ നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ വേരും പിടിപ്പിക്കാം. നമുക്ക് മണ്ണിൽ മാത്രമല്ല വെള്ളത്തിലിട്ട് വെച്ചാലും ഇതിൽ പെട്ടെന്ന് വേര് വരും. അതുകൊണ്ട് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതും ഭയങ്കര ഈസിയാണ്. ഫെർട്ടിലൈസർ, വളപ്രയോഗമൊക്കെ ഏതാണ് ഞാൻ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത് പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ചാണകപ്പൊടി, സാധാ മണൽ, ഗാർഡൻ സോയിൽ, ചാണകപ്പൊടി ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യലുള്ളൂ. അല്ല എക്സ്ട്രാ വേറൊരു വളങ്ങളും അപ്പോൾ കൊടുക്കാറില്ല. പിന്നെ ചാണകത്തിൻ്റെ സ്ലറി ഞാൻ ഇടയ്ക്ക് ഫെർട്ടിലൈസർ അത് കൊടുക്കാറുണ്ട്. പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. പ്രൂണിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലെ വളർന്ന് ഓവറായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഹാർഡ് പ്രൂണിനാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ്. പിന്നെ മെക്സിക്കൻ പെറ്റൂണിയ എന്ന് പറയുന്നത് 2 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഒന്ന് ഷോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്, അതാണ് ഈ ചട്ടിയിൽ വെച്ചിട്ടുള്ളത്. അധികം ഹൈറ്റിൽ പോവില്ല. പക്ഷെ ഞാൻ നേരത്തെ ഹാർഡ് പ്രൂൺ ചെയ്ത് നിർത്തിയത് വലുതായിട്ട് പോയിട്ട് പൂക്കളിടുന്ന, വയലറ്റ് കളറിൽ പൂക്കൾ ഇടുന്ന ഒരു പെറ്റൂണിയാണ്. അത് ഇതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് നിർത്താറുണ്ട്, ട്രിം ചെയ്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് വലിയ ഇങ്ങനെ ഒരു ചുള്ളിക്കമ്പ് പോലെ പോയിട്ട്, പക്ഷേ അതിൽ ഡെയിലി ഫ്ലവേഴ്സ് ഉണ്ടാവും. പെട്ടെന്ന് കൊഴിഞ്ഞും പോകും കേട്ടോ ആ ഫ്ലവർ. എന്നാലും ഡെയിലി ഫ്ലവർ ഉണ്ടാവും ആ വലുതായിട്ട് നീളം വെച്ച് പോണ പെറ്റൂണിയത്തിൽ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് അധികം ഹൈറ്റൊന്നും പോവാത്ത ഒരു വെറൈറ്റിയാണ്. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ മെക്സിക്കൻ പെറ്റൂണിയ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ വർഷങ്ങളോളമായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന ചെടിയാണ്. ഇതുവരെ എനിക്കിതിന്ന് ഒരു കംപ്ലയിൻറ്റ്സ് ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് പ്രൊപ്പഗേഷനും ഫ്ലവേഴ്സും ഡെയിലി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്ലാന്റാണ് അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പെറ്റൂണിയത്തിൻ്റെ ചെടി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വെച്ച് പിടിപ്പിച്ചോളൂ. അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.